ഒരു ഡ്രസ്സിന് നമുക്ക് അളവെടുക്കണം അല്ലേ ടീച്ചറെ? ഡ്രസ്സ് തയ്ക്കാൻ പോകണമെന്ന് ആയിക്കോട്ടെ, അളവെടുത്തോളൂ. എന്താ ചെയ്യണത്? ഇറക്കാണെന്നോട്ട് എടുക്കണത്. ആ, നമുക്ക് അവർക്ക് ആവശ്യമുള്ള ലെങ്ത്തിലേക്ക് എടുക്കണം അല്ലേ? ആയിക്കോട്ടെ. പിന്നെ ആ, അടുത്തത് വന്നിട്ട് ചെസ്റ്റ് അളവാണ് എടുക്കണത്. ആ ആ, ചെസ്റ്റ് അളവ് എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. അതിന് മുഴുവനായിട്ടുള്ള അളവാണ് നമുക്ക് വേണ്ടത് അല്ലേ? ടാപ്പ് വീണ് പോകാനൊന്നും പാടില്ല. ബാക്കിൽ ഫ്രണ്ടിലൊക്കെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ടച്ച് ചെയ്യണ മാതിരി മതി. ഒരു വിരല് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിട്ടാവുന്ന വിധത്തില് അല്ലേ? കറക്റ്റ് ആവുക. അതൊക്കെ നോട്ട് ചെയ്താ കൈ എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞോളൂ. ആ ഷോൾഡറിന്റെ ജോയിന്റ് വരുന്നോടത്ത് അല്ലേ? 17 വരെ വരുന്നുണ്ട്. ആയിക്കോട്ടെ. അതുപോലെ അടുത്ത നമ്മ ഇത് നോക്കുമ്പോ ഇതിന്റെ ജസ്റ്റ് 11 വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെ വണ്ണങ്ങൾ വേണ്ട? കൈവണ്ണം എത്രയുണ്ട്? 11, 14. ഇനി ആമ് വേണം അല്ലേ? കൈക്കുഴി വേണം അല്ലേ? എത്രയാ? 18. സൈഡ് സെറ്റ് എവിടെ നിന്ന്? ഷോൾഡറിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്നത്. 20 വന്നിട്ടുണ്ടെന്ന്. ആയിക്കോട്ടെ. കഴുത്തിന്റെ ഇറക്കം വന്നിട്ട് 7 ഇഞ്ച് വരുന്നുണ്ട്. ആ, ഇത് നമ്മൾ കോളർ വെച്ചിട്ടുണ്ട് തയ്ക്കാൻ പോണത് അല്ലേ? ഷോൾഡർ ലെങ്ത് മസ്റ്റാണ്. ഈ ബോൺ ടു ബോൺ നമ്മുടെ ഷോൾഡർ ലെങ്ത് വരെ. ആ, 16 വരുന്നുണ്ട്. 16 വരുന്നുണ്ട്. അടിഭാഗത്തെ വീതി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇട്ട് വരുന്ന ആ ഡ്രസ്സിന്റെ അളവിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എത്ര? 24. അപ്പൊ അതും കൂടി നോട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ തയ്ക്കാൻ പോണത് ഒരു മോഡലിംഗ് ഡ്രസ്സ് ആയി കാരണം ഫ്രണ്ടിൽ കട്ടിങ് വരുന്നുണ്ട് അല്ലേ? ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് തയ്ക്കാൻ പോണത്. അതിന്റെ ലെങ്ത് കൂടി എടുക്കണം. സാധാരണ ചുരിദാറിനൊന്നും അതിന്റെ ആവശ്യമില്ല. ഇതിപ്പോ നമ്മളൊരു ഫാഷൻ ഡ്രസ്സാണ്. പറയൂ ടീച്ചറെ. അപ്പൊ അളവെടുക്കേണ്ടത് നമ്മൾ പറഞ്ഞത്. ഇനി അളവെടുക്കുമ്പോ എങ്ങനെയാണ് മാർക്ക് ചെയ്യുമ്പോ എങ്ങനെയാണെന്ന് കാണിക്കാം അല്ലേ? ആയിക്കോട്ടെ.